കഥാകാരനായ ബഷീറിന്റെ വിഖ്യാതമായ കഥയാണ് ഭൂമിയുടെ അവകാശികൾ. തനിക്ക് സ്വന്തമായുള്ള 2 ഏക്കർ ഭൂമി മുള്ളുവേലി കെട്ടി വൃത്തിയായി സംരക്ഷിച്ചു വരുമ്പോഴാണ് ആരെയും മാനിക്കാതെ ഒരു കൂട്ടർ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവരിൽ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഭൂമി മുഴുവൻ മനുഷ്യൻ തുണ്ടായി വാങ്ങിയ അവകാശം സ്ഥാപിച്ചിരിക്കുകയാൽ ജീവജാലങ്ങൾക്ക് പോകാൻ മറ്റിടങ്ങളില്ലാതെയായി. ദൈവം ഭൂമിയുടെ അവകാശികളായി ഒട്ടനവധി ജീവികളെ കൂടി മനുഷ്യർക്കൊപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ജന്തുക്കളും പക്ഷികളും മൃഗങ്ങളും കൃമികീടങ്ങളുമെല്ലാം ഭൂമിയിലെ ഉത്പന്നങ്ങളുടെ അവകാശികളാണ്. അവയെ കൊല്ലാതെ സഹവർത്തിത്വത്തോടെ കഴിയണമെന്നാണ് ബഷീർ ഓർമ്മിപ്പിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവികളെയും മനുഷ്യനോടൊപ്പം കാണുകയും അവയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന സന്ദേശം ഫലിതരസികത്തോടെ എന്നാൽ കൃത്യതയോടെ വിളിച്ചു പറയുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ. സർവചരാചരങ്ങളോടുമുള്ള അടങ്ങാത്ത സ്നേഹവും ആദരവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ കഥയിൽ കൂട്ടുകാർ വായിച്ചിരിക്കേണ്ടതാണ്. സദസ്സിന് വന്ദനം. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ജൂലൈ 5 ബഷീറിന്റെ ഓർമ്മദിനം. 1908 ജനുവരി 21 ജനിച്ച് 1994 ജൂലൈ 5 നമ്മളോട് വിട പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ഓർമ്മദിനമായി ആചരിക്കുന്നത്. കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാള ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും ബഷീർ സാഹിത്യം ഉൾക്കൊള്ളാൻ കഴിയും. ഭാഷകൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മതിലുകൾ, പ്രേമലേഖനം, മുപ്പക്കൊരു ആനയുണ്ടായിരുന്നു, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ പ്രധാന കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. പക്ഷേ പുറമറിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറയിൽ ബഷീർ നിറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വലിയ വാക്കുകൾ നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനമായി നാം ആചരിക്കുന്നു. മലയാളത്തിന്റെ ബേപ്പൂർ സുൽത്താനായി അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായുള്ള ദിവസം. ബഷീർ കൃത്യമായി വാചാലതയും ലളിതയും ആഴങ്ങൾ അന്വേഷിച്ച ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളിലൊന്നായ ബാല്യകാല സഖിയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. 1944 പ്രസിദ്ധീകരിച്ച ബാല്യകാല സഖി ബാല്യത്തിൽ ആരംഭിച്ച ഒരു സുഹൃത്തുക്കളായ മജീദിന്റെയും സുഹറുടെയും കഥയാണ്. അവരുടെ സൗഹൃദം തിളക്കമുള്ള ഒരു പ്രണയമായി വളർന്നു. പക്ഷേ ജീവിതത്തിന്റെ ദാരിദ്ര്യവും സാമൂഹിക പ്രതിബന്ധങ്ങളും അവരുടെ വഴിയിൽ തടസ്സമാകുന്നു. സുഹറുടെ ദുരിതം മജീദിന്റെ ആത്മാർത്ഥതയും പ്രതീക്ഷയും ചേർന്ന് ഈ കഥയെ ഹൃദയസ്പർശിയാക്കുന്നു. ബഷീർ സാഹിത്യത്തിൽ അവതരിപ്പിച്ച മനുഷ്യ ചിത്രങ്ങൾ ജീവിതത്തിൽ സത്യം ആസ്വദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ ലളിതവും ആഴവുമുള്ളതാണ്. സ്നേഹം, വേദന, പ്രണയം, കരുണ എന്നിങ്ങനെയുള്ള ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളും അതിൽ കാണാം. ബാല്യകാല സഖി വായിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാവിൽ കണ്ണീരും സ്വപ്നങ്ങളും കാണാൻ കഴിയും. ഇന്ന് ബഷീർ ദിനത്തിൽ ഞങ്ങൾ ഈ മഹാനായ എഴുത്തുകാരനെ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മെപ്പോലും തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ്. ഒരു നല്ല മനുഷ്യനാകുവാനും ലോകത്തുള്ള സ്നേഹത്തിനായാണെന്ന് മനസ്സിലാക്കുവാനും ബഷീർ നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം കൊണ്ടെത്തിക്കുന്നു. ഇന്നേ ദിവസം ബഷീറിന്റെ ബാല്യകാല സഖിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. വായനയ്ക്കുള്ള പ്രാധാന്യം കുറയുന്ന ഈ കാലത്തിൽ വിദ്യാർത്ഥികളായ നാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിക്കുന്നു. നന്ദി. കൊടുക്കട്ടെ. പത്തിരി ചുട്ടു വിളമ്പി നടന്നൊരു മുത്തുളി പാത്തുമ്മ. നല്ല രസമുണ്ടല്ലോ. എല്ലാരുണ്ടല്ലോ. എന്തിനു കാര്യം? അല്ല, ഇങ്ങനെ